യേശുക്രിസ്തു മാധുര്യവാൻ രുചിച്ചു നോക്കിയാൽ കർത്തൻ കൃപകളെ യേശുക്രിസ്തു മാധുര്യവാൻ രുചിച്ചു നോക്കിയാൽ കർത്തൻ കൃപകളെ യേശുക്രിസ്തു മാധുര്യവാൻ നീ എൻ്റെ സർവ്വം നീ എനിക്കുള്ളവൻ നീ എൻ്റെ സർവ്വം എല്ലാറ്റിനും നിൻ ജീവൻ എൻ പേർക്കാൻ തന്നതിനാ നീ എൻ്റെ സർവ്വം എല്ലാറ്റിനും നീ എൻ്റെ സർവ്വം നീ എനിക്കുള്ളവൻ നീ എൻ്റെ സർവ്വം എല്ലാറ്റിനും നിൻ ജീവൻ എൻ പേർക്കാൻ തന്നതിനാ നീ എൻ്റെ സർവ്വം എല്ലാറ്റിനും യേശുക്രിസ്തു മാധുര്യവാൻ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശുക്രിസ്തു മാധുര്യവാൻ രുചിച്ചു നോക്കി ഞാൻ കൃപകളെ യേശുക്രിസ്തു മാധുര്യവാൻ നീ എൻ്റെ രക്ഷകൻ നീ എൻ്റെ ദൈവവും നീ മാത്രമാണ് സങ്കേതവും നിൻ പാദത്തിൽ ഞാൻ കുമ്പിടുന്നു നിൻ നാമം വാഴ്ത്തി പാടിടുന്നു തേനിലും മധുരവാൻ യേശുക്രിസ്തു മാധുര്യവാൻ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശുക്രിസ്തു മാധുര്യവാൻ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശുക്രിസ്തു മാധുര്യവാൻ തേനിലും മധുരവാൻ തേനിലും മധുരവാൻ യേശുക്രിസ്തു മാധുര്യവാൻ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശുക്രിസ്തു മാധുര്യവാൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളിലൂടെ നമുക്ക് പറയുവാൻ കഴിയണം എന്നെ യേശു നല്ലവനെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ രുചിച്ചിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. എല്ലാവർക്കും പാടുവാനായിട്ട് ഈസിയാ, പക്ഷേ ജീവിത അനുഭവങ്ങളുടെ ആഴത്തിൽ നിന്നുകൊണ്ട് കർത്താവേ നീയാണ് എൻ്റെ സകലതും മാത്രമുള്ളതാ ഞാൻ നീ നല്ലവനെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെയധികം രുചിച്ചറിഞ്ഞിട്ടുണ്ടെന്നുള്ളതായ ആഴത്തിൽ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പാടുമ്പോഴാ ആമേൻ സ്തോത്രം അതിന്റെ ആ അർത്ഥം ഉൾക്കൊണ്ട് പാടുമ്പോഴാ നമുക്ക് ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നു. നോക്കിക്കേ, തേനിലും മധുരമാണ്. ഹല്ലേലൂയ. അത് ഞാൻ നന്നായി എൻ്റെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞതാണെന്ന് പാട്ടുകാരൻ തന്റെ പാട്ടിലൂടെ എഴുതി വെച്ചിരിക്കുമ്പോൾ ഇന്ന് മധ്യാഹ്ന സമയത്ത് ഇത് പാടുന്ന നമുക്ക് ഓരോരുത്തർക്കും പറയുവാൻ കഴിയത്തില്ലേ, എന്റെ അപ്പൻ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായി ഞാൻ. അവൻ എന്റെ ഹല്ലേലൂയ ദൈവം നല്ലവനെന്ന് ഞാൻ എൻ്റെ ജീവിത അനുഭവങ്ങളിൽ നന്നായി രുചിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അവൻ എന്റെ കണ്ണുനീരിന്റെ നടുവില് ആരും എനിക്ക് സഹായമില്ലാതിരുന്നപ്പോൾ
നല്ല വൈദ്യനാണ് കർത്താവേ. അങ്ങയുടെ ഒരു വാക്കിന്റെ മേൽ അധികാരമുണ്ട്, അങ്ങയുടെ വാക്കിന്റെ സൗഖ്യമുണ്ട്. ഈ രാത്രിയിൽ ഈ മധ്യാഹ്ന സമയത്ത് അവൻ ഞങ്ങളുടെ രോഗങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അവർ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ കരം സന്നിധിയിലെ പ്രിയപ്പെട്ടവരെ നമ്മളായിരിക്കുന്നത് സ്തോത്രം. വിശ്വസിക്കുന്നവരാലാണ് അടയാളം സംഭവിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവൻ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും തകർക്കുവാനുള്ള അഭിഷേകം നമ്മുടെ മേൽ തന്നിരിക്കുമ്പോൾ അവൻ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറയുന്നത് അവൻ പാട്ട് പാടിക്കഴിഞ്ഞ് ഇൻസ്ട്രുമെന്റിന്റെ അവന്റെ ശബ്ദം കൂടിക്കഴിയുമ്പോൾ രണ്ട് വാക്ക് പറയുന്ന അന്യഭാഷയല്ല, അത് ആത്മാവിൽ പോരാടി അവൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ അവൻ നാം നടക്കുമ്പോൾ നാം ജോലി ചെയ്യുമ്പോൾ അവൻ ആത്മമണ്ഡലത്തിൽ കയറി ശത്രുവിന്റെ പദ്ധതികളെ തകർത്തുകൊണ്ട് മുന്നേറി ജയം പ്രാപിക്കുന്ന അഭിഷേകമാണ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അതിനൊരു ഇൻസ്ട്രുമെന്റിന്റെ ബേസിക് വേണ്ട. ഹല്ലേലൂയ. അതിനൊരു മ്യൂസിക്കിന്റെ ആവശ്യമില്ല. ആത്മാവിൽ പോരാടി ആത്മമണ്ഡലത്തിലേക്ക് കയറി കഴിയുമ്പോൾ ശത്രുവിന്റെ പദ്ധതികളെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ അതിനെ തകർത്തുകൊണ്ട് മുന്നേറുന്ന ആത്മ പോരാളികളെയാണ് ഈ ദിവസങ്ങളിൽ ദൈവസഭയ്ക്ക് ആത്മീയ ഗോളത്തിന് ആവശ്യം. ആരിൽ നിൽക്കുവാനുണ്ട്? അവൻ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുവാൻ ഞാനുണ്ട് എന്ന് പറയുവാൻ ഇന്ന് മധ്യാഹ്ന സമയത്ത് ആർക്ക് കഴിയും? ഹല്ലേലൂയ. അതായത് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവൻ ഞാനുണ്ട് എന്ന്. അവൻ സാധാരണ പ്രാർത്ഥനയല്ല, ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുവാൻ കഴിയുവാൻ ഞാനുണ്ട് എന്ന് സമർപ്പണത്തോടെ ഇന്ന് മധ്യാഹ്ന സമയത്ത് ആർക്കാണ് പറയുവാൻ കഴിയുന്നത്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. നമ്മൾ ഒരു ഹല്ലേലൂയ ആമേൻ സ്തോത്രം. നമ്മളെ അവൻ നിത്യതയിൽ എത്തിക്കാതിരിക്കുവാനുള്ള പദ്ധതികളാണ് ശത്രു ഒരുക്കുന്നത്. പക്ഷേ ആമേൻ ആത്മാവിൽ പോരാടി അഭിഷേകത്തോടെ മുന്നേറി കഴിയുമ്പോൾ ആമേൻ ഹല്ലേലൂയ പൗലോസ് പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ കഴിയണം, ഞാൻ ഞാൻ എന്റെ ഓട്ടം തികച്ചു, എന്നെ ഏൽപ്പിച്ച വിശ്വാസം ഞാൻ കാത്തു, ഞാൻ എന്റെ നീതിയുടെ കിരീടത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണെന്ന് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിയുന്ന ക്രിസ്തീയ ജീവിതത്തിനുടമകളായി മാറണമെങ്കിൽ അവൻ സാധാരണ പ്രാർത്ഥനയുടെ നിലവാരം വിട്ട് ആത്മമണ്ഡലത്തിൽ കയറി പോരാടി പ്രാർത്ഥിക്കുവാൻ ചില ജീവിതങ്ങൾ അങ്ങനെയല്ല. സകല ദൈവമക്കളും ഈ ദിവസം ഉണരണം. നമുക്ക് പറയാം, കർത്താവേ ഞാൻ നല്ല അമ്മേ കർത്താവ്, ഞാൻ എന്റെ ജീവിതത്തിൽ അങ്ങ് നല്ലവനെന്ന് ഞാൻ രുചിച്ചറിഞ്ഞതാ. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നുവെന്ന് സ്തോത്രം. ഹല്ലേലൂയ. We welcome in our hostel proud avalava lagathuni gambam samthuni gadaga gadaga syarvale adagale adagara hathuni gadaga syarval proud avalava viva baba sanda chara sangala avalava adagare adagara hathuni gadaga syarval proud avalava. Oh hallelujah, hallelujah. യേശു ക്രിസ്തു മാധുര്യവാൻ രുചിച്ചു നോക്കി ഞാൻ പ്രത്യൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യവാൻ. He is my everything. He is my Lord. He is my everything. Oh, great and small. He gave his life for me, made out in you. He is my everything. Oh, what you like honey in the road, sweet
seen that the Lord is good, for He tastes like honey in the Lord. തേനിലും മധുരവാ, തേനിലും മധുരവാ, യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചതേ, ഞാൻ എന്റെ ജീവിതത്തിൽ നന്നായി രുചിച്ചതാണ്. യഹോവ നല്ലവർ രുചിച്ചറിവേ, അവനെ ശരണം പ്രാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. ആ കർത്താവിനെ ആഴത്തിൽ രുചിച്ചറിഞ്ഞുവെങ്കിൽ അവൻ നമുക്ക് സമർപ്പിക്കുവാൻ കഴിയുമ്പോൾ, കർത്താവേ, അങ്ങൊഴികെ എനിക്കൊരു നന്മയുമില്ല, അങ്ങാണ് മരണത്തെ ജയിച്ചത്. സന്നിധിയിൽ ഞാൻ വന്നു, അങ്ങൊഴികെ എനിക്കൊരു നന്മയുമില്ല കർത്താവേ എന്ന് ദൈവസനെ സമർപ്പണത്തോടെ നമുക്ക് പറയാം. സ്തോത്രം. യേശു ക്രിസ്തു മാധുര്യം, കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. എല്ലാ മുട്ടും നാടും എല്ലാ നാവും സകല രാജ്യങ്ങളും സകല വംശങ്ങളും സകല ദേശങ്ങളും സകല ഭാഷക്കാരും മുഴങ്ങാനും അങ്ങ് മാത്രം സത്യദൈവമെന്ന്, അവനങ്ങ് മാത്രം ദൈവമെന്ന്. ഹല്ലേലൂയ. സകലരും പറയുന്ന ഒരു ദിവസമെന്ന്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും
ഭാഗ്യത്തെ പറ്റി നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. നാം നമ്മുടെ ഇന്ത്യയിലേക്ക് നോക്കിയാൽ ഇന്ത്യയിലെ പോപ്പുലേഷൻ അധികമായി ദേവന്മാരും ദേവതകളും കൂടിക്കിടക്കുക. സ്തോത്രം. ഇന്ത്യയിലെ പോപ്പുലേഷനെ അധികമായി അന്യ ദേവന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. അതിന്റെ നടുവിൽ ഏക സത്യത്തെ തിരിച്ചറിയുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യം. ഹല്ലേലൂയ. അതിന്റെ ആഴത്തെ പറ്റി ഒരിക്കലെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. നാമം നഷ്ടപ്പെട്ടു പോകേണ്ടവരായിരുന്നു. നാമം ദൈവസ്നേഹത്തെ അറിയുവാൻ സാധ്യതകളില്ലാതെ നാമം പാരമ്പര്യത്തിലും അവനൊക്കെ മുഴുകിക്കിടന്നായ അനുഭവങ്ങളായിരുന്നു. പക്ഷേ അതിന്റെ നടുവിൽ നിന്ന് നമ്മളെ വിളിച്ചു വേർതിരിച്ച ആ ദൈവിക സ്നേഹം എത്ര വലിയ ആഴമാ. അങ്ങനെയെങ്കിൽ എല്ലാം മുഴക്കാലും മടങ്ങുന്ന ആ നാമമുള്ളവന്റെ സന്നിധിയില് ആ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യത്തിന്റെ ആഴം. ആ ദൈവത്തിന്റെ വചനം എടുക്കുവാൻ ലഭിച്ച ഭാഗ്യം, അവനെ പാടി പുകഴ്ത്തുവാൻ ലഭിച്ച ആ ഭാഗ്യം, ആ ഭാഗ്യത്തിന്റെ ആഴമെന്ന് മനസ്സിലാക്കി അവൻ ഈ മധ്യാഹ്നത്തില് നമ്മുടെ നാഥനെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയും. ജയിച്ചവനേ അങ്ങേ ആരാധിക്കും
ഹോസന്നാ ഹല്ലേലൂയ ഹോസന്നാ ഹല്ലേലൂയ ഹോസന്നാ ഹല്ലേലൂയ ഹോസന്നാ ഹല്ലേലൂയ. ആമേൻ ആമേൻ. ആ കർത്താവിനെ പാടുവാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യം എത്രയോ വലുതാണ് പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ വെളിപ്പാട് മക്കളുമായി ഷെയർ ചെയ്യട്ടെ. സ്തോത്രം ഹല്ലേലൂയ. ഇന്ത്യയുടെ വിടുതലിന് വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ സ്തോത്രം. കർത്താവ് എനിക്ക് തന്ന വെളിപ്പാട് ഇങ്ങനെയാണ്. ആമേൻ ലോകരാജ്യങ്ങളിൽ ആമേൻ ഇന്ത്യ ഒരു സംസാര വിഷയമാകുമാറ് ഒരു മരണം ആമേൻ ഇന്ത്യയിൽ സംഭവിക്കുന്നു. അത് ആമേൻ സ്തോത്രം ഒരു പ്ലാൻഡ് മർഡർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ആണ്. ഒരു പ്ലാൻഡ് ആയിരുന്നു, പക്ഷേ അതൊരു കൊലപാതകത്തിൽ അവസാനിക്കുമെന്നുള്ള ഒരു ചിന്തയോടെ അല്ല പ്ലാൻ ചെയ്തത്. പക്ഷേ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു വലിയ മഹാസംഭവം ആമേൻ ഇന്ത്യയിൽ നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിന്റെ ആമേൻ അവസാനമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തന്നത് ഇങ്ങനെയാണ്. ആമേൻ മൊർദെഖായിയും ആമേൻ എസ്തേറും യഹൂദ ജനവും ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഉപവസിക്കുവാനിടയായി. എന്നാൽ ആ ഉപവാസത്തിന്റെ മധ്യത്തില് ആമേൻ ഹല്ലേലൂയ സ്തോത്രം വലിയ പ്രതികൂലങ്ങളെയാണ് ദൈവജനം നേരിട്ടത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിന്റെ നടുവില് ആമേൻ അതിന്റെ അവസാനം ആമേൻ സ്തോത്രം യഹൂദന്മാർക്ക് ദൈവസന്നിധിയിൽ സന്തോഷിക്കത്തക്ക രീതിയിലുള്ള വലിയ ഒരു വിടുതല് ആമേൻ സംഭവിക്കുവാനിടയായി. ആമേൻ സ്തോത്രം. ശൂഷൻ രാജധാനിയില് ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു ആമേൻ യഹൂദന്മാർക്ക് സന്തോഷിക്കത്തക്ക രീതിയിലുള്ള ദൈവപ്രവൃത്തി ഉണ്ടായതുപോലെ ആമേൻ ഇന്ത്യയിലുള്ള ദൈവമക്കൾക്ക് ലോകമെമ്പാടുമുള്ള ആമേൻ സ്തോത്രം ഇന്ത്യക്കാരായ ദൈവമക്കൾക്ക് സന്തോഷിക്കത്തക്ക രീതിയിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഹല്ലേലൂയ അതിന് മുന്നോടിയായിട്ട് ചില മഹാസംഭവങ്ങൾ ആമേൻ സ്തോത്രം ഇന്ത്യയിൽ നടക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ഒരു സാധാരണ പ്രാർത്ഥന വിട്ടുകൊണ്ട് ആമേൻ കണ്ണുനീരോട് നിലവിളിയോട് ആമേൻ സകലത്തെ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ വീണ്ടും മുഴങ്കാലം എടുക്കണം. ഒരുപക്ഷെ നമ്മൾ പലരും സേഫ് സോണിലായിരിക്കാം. പക്ഷേ ആമേൻ ഹല്ലേലൂയ ഇന്ത്യയിലായിരിക്കുന്ന പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലായിരിക്കുന്ന ദൈവമക്കൾ വളരെ ആമേൻ കണ്ണുനീരോട് ആമേൻ വളരെ കഷ്ടതയോടുകൂടെ നിലവിളിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു വലിയ ദൈവ പ്രവൃത്തി നാം സേവിക്കുന്ന ദൈവം ആരാണെന്ന് ആമേൻ സ്തോത്രം കർത്താവിന്റെ വരവിന് മുന്നേ ആമേൻ സ്തോത്രം വിളിച്ച ഹല്ലേലൂയ സകല ജാതികളും വിളിച്ചു പറയത്തക്ക രീതിയിലുള്ള മഹാസംഭവം ഇന്ത്യ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പാടിലൂടെ നൽകുവാനിടയായി. ദൈവമക്കളുമായി ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ഇത് മറ്റുള്ളവർ ആമേൻ സ്തോത്രം അവൻ ഞാൻ വാട്സപ്പിലൊന്നും മെസ്സേജ് വിടാത്തത് ഇത് പിന്നെ ഫോർവേഡ് ആയിട്ട് അങ്ങ് പോകും. അതിലല്ല കാര്യം. പക്ഷേ അവൻ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഉണർന്നു കഴിയുമ്പോൾ ആമേൻ സ്തോത്രം പ്രാർത്ഥനയുടെ ആഴം ഹല്ലേലൂയ സ്വർഗ്ഗത്തിന്റെ വാതിലിനെ തുറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഉണരാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അത് ചിന്തയിലാണെന്നോ സിന്ധു സമാനമായി സങ്കടം കാണുന്നു ഞാൻ. അത് ചിന്തയിലാണെന്നോ സിന്ധു സമാനമായി സങ്കടം
ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കും രാജാധിരാജാവിനെ വാഴുവേ ഞാൻ പ്രിയനോടൊത്തു യുഗായുഗകാലം ആരാധിക്കും പാടി സ്തുതിക്കും രാജാധിരാജാവിനെ ഭവനം അഴിഞ്ഞു പോയിടുന്നു കൈപ്പണിയല്ലാത്ത നിത്യമാം ഭവനം ഒരുക്കും എൻ പ്രിയനെനിക്കായി കൂടാരമാകും ഭവനം അഴിഞ്ഞു പോയിടുന്നു കൈപ്പണിയല്ലാത്ത നിത്യമാം ഭവനം ഒരുക്കും എൻ പ്രിയനെനിക്കായി വാഴുവേ ഞാൻ പ്രിയനോടൊത്തു യുഗായുഗകാലം ആരാധിക്കും പാടി സ്തുതിക്കും രാജാധിരാജാവിനെ ഈ ശരീരം ക്ഷയിച്ചു പോകിലും ആത്മാവിൽ ജീവൻ പ്രാപിക്കും നോടി നേരത്തേക്കുള്ള ലഘുവാം കഷ്ടം തേജസ്സിലേക്ക് എന്നെ നടത്തും ഈ ശരീരം ക്ഷയിച്ചു പോകിലും ആത്മാവിൽ ജീവൻ പ്രാപിക്കും നോടി നേരത്തേക്കുള്ള ലഘുവാം കഷ്ടം തേജസ്സിലേക്ക് എന്നെ നടത്തും വാഴുവേ ഞാൻ പ്രിയനോടൊത്തു യുഗായുഗകാലം ആരാധിക്കും പാടി സ്തുതിക്കും രാജാവിരാജാവിനെ വാഴുവേ ഞാൻ പ്രിയനോടൊത്തു യുഗായുഗകാലം ആരാധിക്കും പാടി സ്തുതിക്കും രാജാവിരാജാവിനെ കാഹളനാദത്തിൽ കണ്ണിവയ്ക്കും സമയം മരിച്ച വിശുദ്ധരുയർത്തും ഞാൻ പറന്നിടും ഈ ദ്രവത്വം വിട്ട് അമൃത്യമായതു ധരിക്കും കാഹളനാദത്തിൽ കണ്ണിവയ്ക്കും സമയം മരിച്ച വിശുദ്ധരുയർത്തും ഞാൻ പറന്നിടും ഈ ദ്രവത്വം വിട്ട് അമൃത്യമായതു ധരിക്കും യേശുവേ ഹല്ലേലൂയ വാഴുവേ ഞാൻ പ്രിയനോടൊത്തു യുഗായുഗകാലം ആരാധിക്കും പാടി സ്തുതിക്കും രാജാധിരാജാവിനെ വാഴുവേ ഞാൻ പ്രിയനോടൊത്തു യുഗായുഗകാലം ആരാധിക്കും പാടി സ്തുതിക്കും രാജാവിരാജാവിനെ താമസമില്ല തിരുസഭയെ കഷ്ടത തീരാറായി വിശുദ്ധിയോടെ കർത്താവിൽ മുന്നേറാം വാഗ്ദത്ത കിരീടം പ്രാപിക്കാം താമസമില്ല തിരുസഭയെ കഷ്ടത തീരാറായി
പോകിലും ആത്മാവിൽ ജീവൻ ഭാവിക്കും. നോടി നേരത്തേക്കുള്ള ലഘുവാം കഷ്ടം തേജസ്സിലേക്ക് നടത്തും. പ്രത്യാശയോടെ അവനെ മധ്യാഹ്ന സമയത്ത് ആർക്ക് പറയുവാൻ കഴിയും? ഹല്ലേലൂയ. തൊടുനേരത്തേക്കുള്ള ഈ ലഘുവായ കഷ്ടം തേജസ്സിലേക്ക് എന്നെ നടത്തുകയാ. പ്രൈസലോ. ഈ മൺകൂടാരം ക്ഷയിച്ചു പോയാലും അവൻ ഞാൻ ആത്മാവിൽ ജീവൻ പ്രാപിക്കും. ഹല്ലേലൂയ. കാഹളനാദത്തിങ്കൽ കണ്ണി വെക്കുന്ന സമയത്തിനുള്ളിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തും. പ്രൈസലോ. ഞാൻ പറന്നിടും ഈ ദ്രവത്വം വിട്ട് അമർത്യമായത് ഞാൻ ധരിക്കും. പ്രൈസലോ. വാഴുമേ ഞാൻ എന്റെ പ്രിയനോടൊത്ത് കണ്ണുനീരില്ലാത്ത, കഷ്ടതയില്ലാത്ത, നിലവിളിയില്ലാത്ത, ഒറ്റപ്പെടലില്ലാത്ത, നിന്ദയില്ലാത്ത, പരിഹാസമില്ലാത്ത രാജ്യത്ത് ഞാൻ യുഗായുഗം എന്റെ അപ്പനെ പാടി സ്തുതിക്കും. ഹല്ലേലൂയ. പ്രത്യാശയുണ്ടോ ദൈവമക്കളെ? ഈ മൺകൂടാരം ക്ഷയിച്ചു പോയാലും ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കൂടാരമാകുന്ന ഈ ഭൗമ ഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം നിയമസ്തോത്രം. നിങ്ങളുടെയൊക്കെ ഭവനം നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ? അവൻ സ്തോത്രം അവൻ ആത്മാവിൽ ഒരിക്കലെങ്കിലും അവൻ സ്തോത്രം ആ ദർശനത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടോ? അവൻ അതുമായി കർത്താവുമായിട്ട് അവൻ സ്തോത്രം വെണ്ണ വസ്ത്രം ധരിച്ച് അവൻ കർത്താവിനോട് ഒന്നിച്ച് അവൻ നടക്കുന്നത് ആത്മാവിൽ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടിട്ടുള്ള ഒരു ദൈവമൈതലിന് പറയുവാൻ കഴിയും, ഈ ലോകത്തിലെ കഷ്ടതകളൊന്നും എനിക്ക് സാരമില്ല. നേരത്തേക്കുള്ള ഈ കഷ്ടതയുടെ അവനൊക്കെ വിട്ടുകൊണ്ട് ഞാൻ എന്റെ പ്രാണപ്രിയനുമായി അവൻ യുഗായുഗം വസിക്കുവാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, കഷ്ടത കഷ്ടത എന്ന് പലരും പറയുമ്പോൾ പലരും പല നിർവചനമാണ് കൊടുക്കുന്നത്. പക്ഷേ എനിക്ക് പറയുവാൻ കഴിയുന്നത് എന്റെ കഷ്ടതയാണ് എന്റെ അപ്പന്റെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് എന്നെ നയിച്ചത്. ഓ ഹല്ലേലൂയ. അതിന് യാതൊരു സംശയമില്ലാതെ എനിക്ക് പറയുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് എനിക്ക് പറയുവാൻ കഴിയും, എന്റെ കഷ്ടതയോ എന്റെ അപ്പന്റെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് എന്നെ നയിച്ചത്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ്. ജീവിത അനുഭവത്തിലൂടെ കടന്നുപോയവർക്ക് അവൻ ഇത് പറയുവാൻ കഴിയുള്ളൂ. നമ്മുടെ നേരത്തേക്കുള്ള കഷ്ടത ആമേൻ സ്തോത്രം അത് എന്റെ തേജസ്സിന്റെ ആ നിത്യഘനത്തിലേക്ക് എത്തിക്കുകയാണ്. അതുകൊണ്ട് വാഴുമേ ഞാൻ എൻ പ്രിയനോടൊത്ത് യുഗായുഗകാലം ഞാൻ ആരാധിക്കും, അവനെ പാടി സ്തുതിക്കും, എന്റെ രാജാതി രാജാവിനെ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. മൽപ്രിയനെ എന്നെ യേശുനായകനെ എപ്പോൾ വരും എന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ? ആമേൻ. ഹല്ലേലൂയ. അങ്ങേ ഒന്ന് ആശ്ലേഷിക്കുവാൻ എന്റെ ജീവിതത്തിൽ എന്നാണ് നിന്റെ ഭാഗ്യം ലഭിക്കുക? ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ദൈവസേ ആ ഒരു ഈരടികൾ മാത്രം കൂടെ പാടിയിട്ട് നമുക്ക് പ്രൈസ് ദി ലോർഡ് ആമേൻ സ്തോത്രം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മൽപ്രിയനെ എന്നെ യേശുനായകനെ എന്നെ ചേർക്കാൻ എപ്പോഴാ വരിക? ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. 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 പ്രൈസ് ദി ലോർഡ്. മൽപ്രിയനെ എന്നെ യേശുനായകനെ. അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പാടിക്കേ. എപ്പോൾ വരും എൻ കണ്ണീർ തുടച്ചിടുവാൻ? അങ്ങയെ ആശ്ലേഷിപ്പാൻ എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ യേശുവേ വാനമേഘേ വേഗം വന്നിടണേ. നാം വെണ്മ വസ്ത്രം ധരിച്ചുകൊണ്ടാണോ ആയിരിക്കുന്നത്? സ്തോത്രം. ദൂതന്മാരോടൊന്നിച്ച് പാടുവാൻ ഒരുക്കത്തോടെയാണോ ആയിരിക്കുന്നത്? സ്തോത്രം. വെണ്മ വസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഘമതിൽ ചേർന്നോ നിൻ സവിധേവമോ. ഹല്ലേലൂയ.
ഒരുങ്ങിയപ്പോൾ ഞാൻ ഒരുങ്ങി നിൽക്കുകയാണ്. സ്തോത്രം. ബുദ്ധിയുള്ള നിർമ്മല കന്യകേ ഒരുങ്ങുന്നേ പ്രിയനേ എന്നെ യേശുനായകനേ എപ്പോൾ വരും. ഹല്ലേലൂയ. സൂര്യചന്ദ്ര താരങ്ങളെ കടന്ന് സ്വർഗനാട്ടിൽ പ്രൈസലോൺ എന്റെ സ്വർഗ വീട്ടിലെത്തുവാൻ എന്റെ ഉള്ളം കൊതിക്കുന്ന അപ്പാ. ഹല്ലേലൂയ. സൂര്യചന്ദ്ര താരങ്ങളെ കടന്ന് ആത്മാവിൽ നിന്ന് കണ്ടേ പ്രൈസലോൺ. സൂര്യചന്ദ്ര താരങ്ങളെ കടന്ന് സ്വർഗനാട്ടിൽ സ്വർഗ വീട്ടിൽ എത്തുവാൻ കൊതിച്ചിയോ. ഹല്ലേലൂയ. എൻ സ്വർഗ വീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുന്നേ എൻ മൽപ്രിയനേ. ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകമാരായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കാൻ ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ അവൻ ദൈവസ്നേഹത്തിൽ നിന്ന് ചതിച്ച് മാറ്റിക്കളയുവാൻ ലോകസ്നേഹം, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം നമ്മുടെ നേരെ വരുമ്പോൾ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകമാരായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ദൈവ പൈതലെ, നമുക്കറിയാം ഒരു യൗവനക്കാരന് വേണ്ടി ഒരു യൗവനക്കാരത്തെ വിവാഹ നിശ്ചയം ചെയ്തു കഴിയുമ്പോൾ അവൾ എന്തെങ്കിലും മാലിന്യത ഉണ്ടെങ്കിൽ ആ വിവാഹം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി എൻഗേജ്മെന്റ് കഴിഞ്ഞ് റിംഗ് മാറി എന്ന് പറഞ്ഞാലും മലിനപ്പെട്ട ഒരു മണവാട്ടിയാണെന്ന് പറഞ്ഞാൽ ആ വിവാഹം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യനും മലിനപ്പെട്ട ഒരു മണവാട്ടിയെ തന്റെ മണവാട്ടിയായോ വധുവായോ സ്വീകരിക്കാൻ ലോക മനുഷ്യൻ തയ്യാറാകുന്നില്ല എങ്കിൽ വിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ മണവാട്ടിയായി വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവസഭയെ മാലിന്യമുള്ളതിനെ ചേർക്കുവാനല്ല, 100% പെർഫെക്റ്റ് ആയവരെ ചേർക്കുവാൻ എന്റെ നാഥൻ വരുമ്പോൾ ഞാനുണ്ട് എന്ന് പറയുവാൻ നാം തയ്യാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഭൗതിക നന്മയേക്കാളുപരി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ദിവസങ്ങളായി തീരട്ടെ നമ്മുടെ ജീവിതത്തിൽ. അതിനുവേണ്ടി സമർപ്പിക്കുവാൻ കഴിയുമോ? ഞാൻ എന്റെ പ്രിയരോടൊത്ത് യുഗായുഗം വാഴുവാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മണവാട്ടിയോ എന്നിൽ യാതൊരു മലിനതയും കണ്ട് എന്റെ മണവാളൻ എന്നെ തള്ളിക്കളയുകയില്ലെന്ന് അവൻ നിശ്ചയദാർഢ്യത്തോടെ പറയുന്ന വിജയകരമായ ക്രിസ്ത്യൻ ജീവൻ നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കതിനു വേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ ഹഗായി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അസാധാരണമായ ചില എന്റെ സഹായം എന്റെ സഹായം പർവ്വതങ്ങളിലേക്ക് ഉയർന്നു നോക്കുന്ന സഹായത്തെ ആവശ്യങ്ങളെ അറിയുന്നല്ലോ, ഞങ്ങളുടെ മനസ്സുകളെ അറിയുന്നല്ലോ,
സമർപ്പിക്കുന്നു. ഈ മീറ്റിംഗിനെ കുറിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ മറയ്ക്കണം, ചിറങ്ങിൽ മറയ്ക്കണമെന്ന് എല്ലാവർക്കും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങൾക്ക് അവസരം തന്ന പ്രിയ സൂസൻ ആൻറ്റി സിസ്റ്റേഴ്സും ക്രൈസ്റ്റും എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ ചില ദിവസങ്ങളെ വളരെ പനിയാൽ ഭാരപ്പെടുകയാണ്. ചുമയും അസ്വസ്ഥതയൊക്കെ ആയിട്ട് ഭാരപ്പെടുന്നുണ്ട്. ദൈവമക്കളുടെ പ്രാർത്ഥന വെച്ച് പ്രിയ ഹഗായി ആണെങ്കിലും വളരെ ശാരീരികമായ അസ്വാസ്ഥ്യങ്ങളിൽ ഭാരപ്പെടുന്നു. സ്കൂളിൽ പോയിട്ട് വന്നതേ ഉള്ള അതിൻ്റെതായ ക്ഷീണങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി. പ്രത്യാശയോടെ നമുക്ക് മുന്നേറാം. ദൈവം നമ്മളെ അറിയിച്ച ഓരോ ആലോചനകളുടെയും വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണങ്ങൾ കാണുവാൻ, ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ, പ്രാർത്ഥനയിൽ പോരാടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങൾക്കും കുടുംബമായി നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ദൈവം ഞങ്ങളെ നിലനിർത്തേണ്ടതിന് ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: അവസാന ശ്വാസം വരെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൃപ നൽകണമേ എന്ന്. ഒരിക്കലും പ്രത്യേകിച്ച് ഹഗായി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട കുഞ്ഞവൻ്റെ അവസാന ശ്വാസം വരെ ആമേൻ ക്രിസ്തുവിന് വേണ്ടി ധീരതയോടെ നിൽക്കുവാൻ. ആമേൻ. സ്തോത്രം. ടീനേജാണ്. ആമേൻ. സ്തോത്രം. അടുത്ത വർഷം അവൻ ഞങ്ങളിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകും പഠിക്കുവാനായിട്ട്. ഏതൊരു സാഹചര്യത്തിലെത്തിയാലും എൻ്റെ ദൈവത്തിൻ്റെ നാമം ദൂഷിക്കപ്പെടുന്ന ഒന്നും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതെ അവൻ്റെ അവസാന ശ്വാസം വരെ ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു ധീര പടയാളിയായി തീരുവാൻ ദൈവജനം അവനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. മാറാനാഥ.